വസ്ത്രം മാറുന്നത് മറന്നു നിന്ന് നോക്കുന്നത് മഹാമോശം. മോശം മോശം മോശം. ഹലോ ഹലോ ഹലോ, സ്വസ്ഥമായൊരു മുറി, അവിടെ സ്വന്തം ഭാര്യ വേഷം മാറുന്നത്, ഭാര്യ ഏറെ സ്നേഹിക്കുന്നവർ നോക്കി നിന്നു പോവും. അത് ഈ ഭൂമി മലയാളത്തിൽ ആരായാലും നോക്കും. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു മനുഷ്യനാ, വികാരവും വിചാരവും ഒക്കെയുള്ള ഒരു മനുഷ്യൻ. പിന്നെ ഞാൻ ഇത്രയും കൺട്രോൾ ചെയ്യുന്നതിന് ക്ഷമാശീലത്തിനുള്ള ദേശീയ അവാർഡ് എനിക്ക് തരേണ്ടി വരും. അതെ, ഞാനിപ്പോ നിന്നെ എന്ത് ചെയ്താലും എന്നോട് ഒരക്ഷരം ആരും ചോദിക്കാൻ പോകുന്നില്ല, അറിയോ? എന്നാ ചെയ്ത് നോക്ക്. എന്തോന്ന് ചെയ്യാൻ, അത്രയ്ക്ക് ഗതികേടൊന്നും ഭാനുവിക്രമൻ ഇപ്പോഴില്ല. എന്റെ വിധി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ചുമക്കേണ്ടി വരുമോ? ഹലോ, മോളിപ്പോ അങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ ചുമക്കണ്ട. ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ച് എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേ, ഞാൻ പോയേക്കാം. കിടക്കടി, ഇല്ലെങ്കിൽ പൊളിക്കും, ഞാൻ കംപ്ലീറ്റ് പൊളിക്കും. കൊട്ടാരത്തിലേക്ക് കൊടുത്തയക്കേണ്ട കൂട്ട ഇന്ന് തന്നെ തിരുമുഖം ഇതവിടെ എത്തിക്കണം. ഓ ആയിക്കോട്ടെ. മോളെ, ഇതാര്? എത്ര കാലായി കണ്ടിട്ട് വന്നത്? ഇതെന്റെ മകൾ ഗംഗ, BA കഴിഞ്ഞു. പിന്നെ എനിക്ക് താങ്കളെ കൊണ്ടൊരു ആവശ്യമുണ്ട്, അതിനാ വന്നത്. എന്താവശ്യമുണ്ടെങ്കിലും പിന്നീട്, ഇപ്പൊ അകത്ത് കയറിയിരിക്കുക. വന്ന കാലയിൽ നിന്ന് കാര്യം പറഞ്ഞു പോകാനാണോ ഭാവം? അത് ഞാൻ വിടില്ല. മോളെ, മോള് വാ. ആരാവട്ടെ. മോളെ, ഇതാരെന്നറിയോ? അറിയില്ല. ഡോക്ടർ PKR പിള്ള, അലോപ്പതിയാ. പക്ഷേ മകളാണെങ്കിൽ അലോപ്പതിയുടെ ബദ്ധ ശത്രു. ഒറ്റമൂലികളെ കുറിച്ച് മാത്രം പഠിച്ച് അതിൽ തന്നെ പരീക്ഷണം നടത്തുന്നതിലാ ഇവൾക്ക് താല്പര്യം. എന്താ പേര്? ഗംഗ. വരൂ. പിന്നെ ഞാൻ വന്നത് അന്യമായിക്കൊണ്ടിരിക്കുന്ന വിഷവൈദ്യ പാരമ്പര്യത്തെ കുറിച്ച് മോൾ ഒരു ഗവേഷണം നടത്തുന്നുണ്ട്. ഓ, അതിന് താങ്കൾ അവളെ ഒന്ന് സഹായിക്കണം. കൊള്ളാം, വളരെ നല്ല സെലക്ഷൻ. വരൂ. ആരായാൽ? അത് എന്റെ ഭർത്താവ് ബാനു. ബാനുവോ? എന്താ അറിയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എവിടെയാ കണ്ടിട്ടുള്ള പോലെ. കണ്ടിട്ടുണ്ടാവും, തെരുവിലായിരുന്നു വാസം. അല്ല, കാണാൻ വഴിയില്ലെന്ന് പറയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് അധിക കാലമായിട്ടില്ല. ഇത് ഈ കുടുംബത്തിന്റെ മാത്രം പരമ്പരകൾക്ക് പകർന്നു കൊടുക്കേണ്ട വിദ്യയാണ്. അഗസ്ത്യ പിതാമഹൻ പൂർവികർക്ക് നേരിട്ട് നൽകിയത്. മനുഷ്യരിലെ ചാതുർവർണ്ണ്യം പോലെ സർപ്പങ്ങളിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രരെന്ന് 4 വിഭാഗങ്ങൾ, കൂടാതെ നപുംസകജാതി ഉരകങ്ങളും. സർപ്പദംശത്തിൽ ഉഗ്രവിഷം ക്ഷത്രിയ വംശ ഉരകങ്ങൾക്ക്. മോളെ, ഭാനുവിനോട് ഇങ്ങോട്ട് വരാൻ പറയും. ശരി അച്ഛാ. എല്ലാം ഇതിൽ സവിസ്തരം പറയുന്നുണ്ട്, വായിച്ചു നോക്കാം. യാൽപ്പാണം മലയ ഹരാതി 18 സിദ്ധന്മാരാൽ ക്രോഡീകരിക്കപ്പെട്ടത്. ചെന്തമിഴ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആ ഭാനു, ഇത് ഗംഗ. വിഷവൈദ്യത്തിൽ ഗവേഷണം നടത്തുന്നു. എന്റെ കയ്യിലുള്ള ചില അറിവുകൾ കിട്ടാനായി വന്നതാ. ഈ വൈദ്യമഠത്തിലെ മാത്രമായ അറിവുകൾ അനന്തരാവകാശിക്ക് മാത്രമേ ഉപദേശിക്കാവുന്നുണ്ട്. അതുകൊണ്ട് താളിയോലക്കെട്ടുകൾ സൂക്ഷിക്കുന്ന അറ തുറന്ന് ഗംഗയ്ക്ക് വേണ്ട താളിയോലകൾ എടുത്തു കൊടുക്കണം. ശരിയച്ചാ. ഇനിയെല്ലാം ഞാൻ ഭാനുവിനെ ഏൽപ്പിക്കുന്നു. ഞാനായിട്ട് പറയേണ്ടത് മാത്രം ഞാൻ പറഞ്ഞുതരാം. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആ, കുട്ടി കൂടി ചെന്നോളൂ.
ഭാനുവിക്രമൻ ഒന്ന് നിന്നേ. അഭിനയം വളരെ നന്നായിട്ടുണ്ട്. സത്യം പറ, എന്തിനു വേണ്ടിയാ ഈ ആൾമാറാട്ടം? ആൾമാറാട്ടോ? ആര് മാറാട്ടോ ആടിയ കാര്യമാ കുട്ടി പറയുന്നത്? അവതാര കഥയിൽ എത്രാമത്തെയാ ഈ ഭാനുവിക്രമ അവതാരം? വല്ലതും മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ മനസ്സിലാവും. ശരി, എല്ലാം മനസ്സിലാക്കി കൊടുക്കാം എല്ലാവരെയും. കുട്ടി വരുന്നുണ്ടോ? കിന്നേരം പറഞ്ഞേക്കാൻ എനിക്ക് സമയമില്ല. തുറന്നു പറയ, എന്തിനാ നിങ്ങൾ വീട് വിട്ടിറങ്ങിയത്? എന്തിനു വേണ്ടിയായി അഭിനയം? അതെ, ഞാൻ അഭിനയിക്കുകയാണ്. പക്ഷെ അത് ഇയാളുടെ മുന്നിലല്ല, ഇവിടുത്തെ മഹാവൈദ്യരുടെയും പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെയും മുന്നിലാ. ഈ വൈദ്യമഠത്തിലെ ഇപ്പോഴത്തെ അനന്തരാവകാശിയായി എന്നെ കണ്ടെത്തിയിരിക്കുകയാണ് വൈദ്യർ. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരപേക്ഷയുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എത്തപ്പെട്ടാണ് ഞാൻ. ഇപ്പോഴെനിക്കിവിടെ ഒരു ദൗത്യമുണ്ട്. അത് കഴിയുന്നവരെ ഈ രഹസ്യം ആരും അറിയരുത്. സത്യം പറഞ്ഞ എനിക്ക് ഈ വൈദ്യമഠത്തിന് മുറ്റത്ത് കാലെടുത്ത് കൂത്താനുള്ള ഒരു യോഗ്യതയില്ല. ലാടന്മാരുടെ നാടോടി സംഘത്തിൽ നിന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എത്തപ്പെട്ടവനാണ് ഞാൻ. ലാടന്മാരുടെ സംഘത്തിൽ നിന്നോ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. എന്തിനാ മനു നീ നിന്റെ പാസ്റ്റ് മറക്കാൻ ശ്രമിക്കുന്നേ? അതൊന്നും കുട്ടി അറിയണമെന്നില്ല. എടുത്ത് വായിക്കാം. റിസർച്ച് ഒക്കെ കഴിയാറായോ? ഗംഗ എന്നാ മടങ്ങി പോകുന്നേ? ഒന്നും തീരുമാനിച്ചില്ല. ഇതങ്ങനെ പെട്ടെന്ന് തീരുന്ന ഒരു വിഷയമല്ലല്ലോ. ഇവിടുന്ന് കിട്ടാവുന്ന മുഴുവനും എടുത്തിട്ടേ ഞാൻ ഈ മടത്തിന്ന് പോവും. നീ കുറെ എടുക്കും. എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടു, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടും. എന്താ വല്ലതും പറഞ്ഞോ? ഇല്ല. അത് ഗംഗയ്ക്ക് ചായ വേണോ? വേണ്ട, ഞാൻ അധികം ചായ കുടിക്കാറില്ല. പിന്നെ എന്തോന്ന് കുടിക്കും? തൽക്കാലം ഒന്നും വേണ്ട. ശരി. അതെ, ഭാനുവിനെ നേരത്തെ അറിയാമോ? ആരെ? ഭാനുവിനെ. ഓ, ശിവയുടെ ഭർത്താവിനെയോ? ഞാൻ എങ്ങനെ നേരത്തെ അറിയാനാ? എന്താ? ഒന്നുമില്ല. ഗംഗ വായിച്ചോ. സത്യം പറ, എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അവളുടെ വരവിന്റെ ഉദ്ദേശം എന്താ? ആരുടെ വരവ്? ആര് തമ്മിലുള്ള ബന്ധം? അവൾ തന്നെ, ആ ഡോക്ടർ ഗംഗ. ചിരിക്കണ്ട. ഓ, ഈ വരവും ചോദ്യമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ വലിയ കാര്യമാണ്. എനിക്കറിയണം ആരാ അവള്. അത് പിന്നെ ഈ തെരുവിൽ നിന്നും വന്നവനാണല്ലോ ഈ ഞാൻ. എനിക്ക് പലരുമായിട്ടും ബന്ധം കാണും, വളരെ ഗാഢമായ ബന്ധം കാണും. അതൊന്നും മാഡത്തോട് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല പറയേണ്ട കാര്യമില്ലല്ലോ. ഈ മാരേജ് കോൺട്രാക്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവനാണ് ഞാൻ. എന്റെ അവിഹിത ബന്ധങ്ങളെ കുറിച്ച് ചേച്ചി അന്വേഷിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ചോദിക്കാൻ നീ എന്റെ ആര്? എനിക്ക് പല അവളുമാരുമായിട്ട് ബന്ധം കാണും. ഉയരേ നിറയും